ഹലോ, വെൽക്കം ബാക്ക് ടു കൺലേൺ അക്കാദമി. നമുക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളല്ലേ ഡിവിഷണൽ അക്കൗണ്ടിന്. അപ്പം അക്കൗണ്ട് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ കേസ് ദ ടോട്ടൽ of sales return book is not posted to the ledger, then which of the following accounts will be credited to rectify the error if the amount was put in the suspense account? Okay, in the suspense account. അപ്പം ഏത് അക്കൗണ്ടിലേക്കാണ് അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഇറ്റ് ഈസ് സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ ആണോ? ഇറ്റ് ഈസ് സസ്പെൻസ് അക്കൗണ്ട്. സോ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which is temporarily hold transaction that cannot be immediately classified in the correct ledger account. അതാണ് നമ്മൾ എപ്പോഴും സസ്പെൻസ് അക്കൗണ്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് എന്തായിരിക്കും? ഈ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനലി ബീൻ ഡെബിറ്റഡ് ഫോർ ദ സെയിൽസ് റിട്ടേൺ. ഓക്കെ അല്ലെ? സെയിൽസ് റിട്ടേൺ. അപ്പം അക്കൗണ്ട് ദാറ്റ് ഷുഡ് ഹാവ് originally been debited for the sales return. അതാണ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. ഇനി എന്താണ് സൺഡ്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്? സോ ഇതെന്തായിരിക്കും? യെസ്, എമൗണ്ട് ഓവ്ഡ് ബൈ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ് ഒക്കെ സംഭവിക്കത്തില്ലേ, ആ സമയത്തുള്ളതാണ്. സോ ദിസ് അക്കൗണ്ട് റെപ്രസെന്റ്സ് amounts owed by customers. ഇനി നെക്സ്റ്റ് എന്തായിരിക്കും? സെയിൽസ് അക്കൗണ്ട്. യെസ്, എന്തായിരിക്കും? യെസ്, സെയിൽസിൽ നിന്നുള്ള റവന്യൂ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. യൂസ് ടു റെക്കോർഡ് റവന്യൂ ഫ്രം സെയിൽസ്. ഓക്കെ. അപ്പൊ ഇവിടെ ഇൻ കേസ് ദ ടോട്ടൽ ഓഫ് സെയിൽസ് റിട്ടേൺ ബുക്ക് ഈസ് നോട്ട് പോസ്റ്റഡ് ടു ദ ലെഡ്ജർ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട്സ് വിൽ ബി ക്രെഡിറ്റഡ് ടു റെക്ടിഫൈ ദ എറർ ഇഫ് ദ എമൗണ്ട് വാസ് പുട്ട് ഇൻ ദ സസ്പെൻസ് അക്കൗണ്ട്? എന്ത് തന്നെയായിരിക്കും? സസ്പെൻസ് അക്കൗണ്ട് തന്നെയായിരിക്കും. ഇനി നെക്സ്റ്റ്, goods distributed as free samples will be recorded in which of the following subsidiary book? Goods distributed as free samples. അപ്പൊ ഫ്രീ സാമ്പിൾസ് ആയിട്ട് കൊടുക്കുന്ന ഗുഡ്സിനെ റെക്കോർഡ് ചെയ്യുന്നത് യെസ് ജേർണൽ പേപ്പറിലാണ്. ഓപ്ഷൻ സി, ഇറ്റ് ഈസ് ജേർണൽ പ്രോപ്പർ. സോ ഇതാണ് നമ്മൾ എന്ത് അതർ സബ്സിഡിയറി ബുക്സിനകത്ത് റെക്കോർഡ് ചെയ്യാത്ത എല്ലാ റവന്യൂസും ട്രാൻസാക്ഷൻസും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ജേർണൽ പ്രോപ്പറിനകത്താണ്. സോ ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് യെസ് ഫ്രീ സാമ്പിൾസ്. പിന്നെന്തായിരിക്കും വരുന്നത്? അഡ്ജസ്റ്റ്മെന്റ്സ് കൊടുക്കുന്നത്. ദെൻ പിന്നെന്തായിരിക്കും? യെസ് അതർ നോൺ റൂട്ടീൻ എൻട്രീസ്. ഇതെല്ലാം അതായത് ബാക്കിയുള്ള സബ്സിഡിയറി ബുക്സിനകത്ത് കൊടുക്കാൻ പറ്റാത്തതെല്ലാം ജേർണൽ പ്രോപ്പറിനകത്താണ് നമ്മൾ കൊടുക്കുന്നത്. സെയിൽസ് ബുക്ക് എന്തായിരിക്കും? യെസ്, നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? റെക്കോർഡ്സ് ദ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. ഇനി അടുത്തത് പർച്ചേസ് ബുക്ക് എന്തിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? യെസ്, പർച്ചേസ് ബുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് റെക്കോർഡ്സ് ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ്. മറ്റേത് സെയിൽസ് ആണ്, ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ്. ഇത് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. പർച്ചേസ് റിട്ടേൺ എന്തായിരിക്കും? യെസ്, പർച്ചേസ്ഡ് ഗുഡ്സിന്റെ റിട്ടേൺസ് റെക്കോർഡ് ചെയ്യുന്നത്. യൂസ് ടു റെക്കോർഡ് റിട്ടേൺസ് ഓഫ് പർച്ചേസ്ഡ് ഗുഡ്സ്. Clear? Then next question നോക്കാമേ. Amount received from the sale of furniture for ₹7,000. അതിന്റെ ബുക്ക് വാല്യൂ എത്രയാണ്? ₹10,000. The amount to be shown in receipts and payments account will be amount received from the sale of
ഫർണിച്ചർ എത്രയാണ് 7,000. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പക്ഷെ അതിന്റെ ബുക്ക് വാല്യൂ എത്രയാണ് 10,000 ആണ്. സോ അവിടുത്തെ എമൗണ്ട് ടു ബി ഷോൺ ഇൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് വിൽ ബി it is option B, 7,000 on the receipt side. അപ്പൊ റെസീപ്റ്റ് സൈഡില് 7,000 ആണ് നമ്മൾ കാണിക്കുന്നത്. ഇവിടെ ശരിക്കും നമുക്ക് ഈ 3,000 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്താണ്, യെസ്, ഇവിടെ ലോസ് ആണെങ്കിൽ കൂടി നമ്മൾ റെസീപ്റ്റ് സൈഡിൽ 7,000 ആണ് നമ്മൾ കാണിക്കേണ്ടത്. The next question, which of the following facts is not correct regarding cash book? Okay, not correct ആണ് ചോദിച്ചിരിക്കുന്നത്. The cash book shall be written and closed daily. The junior accountant or accountant shall verify the totals including opening and closing balance of the cash book. It will, okay, not correct. Correct. Which of the following facts? Okay, it will be checked daily by the head of the office. All the above facts are correct ആണ്. Okay അല്ലേ? Not correct ആയിട്ട് ഇവിടെ ഒന്നുമില്ല. All the above facts correct ആണ്. Clear ആണ്? The next question. In practice, a compound journal entry is not recorded but compound journal entry. ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്. കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുമ്പം രണ്ടിൽ കൂടുതൽ, ഓക്കെ അല്ലേ, രണ്ടോ അതിൽ കൂടുതലോ കമ്പൈൻഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് നമ്മൾ എൻട്രി ചെയ്യുമ്പോഴാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. One account is to be debited and 2 or more accounts are to be credited. അത് പോസിബിൾ ആണ്. നോട്ട് റെക്കോർഡഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2 or more accounts are to be debited and 1 account is to be credited. അത് പോസിബിൾ ആണ്. 2 or more accounts are to be debited and 2 or more accounts are to be credited. അതും പോസിബിൾ ആണ്. Only 1 account is debited and other account is credited. അതില് ഡി ആണ്, ഡി മാത്രമാണ് ഇവിടെ നോട്ട് റെക്കോർഡഡ് ആയിട്ട് കോമ്പൗണ്ട് ജേണൽ എൻട്രിക്കകത്ത്. സോ ഓൺലി ഡി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is correct in the context of journal? ജേണലിന്റെ കോണ്ടസ്റ്റിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ജേണൽ ഈസ് ഡിവൈഡ് ഇൻ ടു ടൈപ്സ്, ജനറൽ ജേണൽ ആൻഡ് സ്പെഷ്യൽ ജേണൽ. ശരിയാണ്. Journal properly records transaction like expenses, accruals, rectification entries, adjusting entries, opening entries and closing entries. ശരിയാണ്. ഓക്കെ അല്ലേ? ജേണൽ പ്രോപ്പർലി റെക്കോർഡ്സ് എങ്ങനെയാണ്? എക്സ്പെൻസ്, അക്രൂവൽസ്, റെക്ടിഫിക്കേഷൻ എൻട്രീസ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, ഓപ്പണിംഗ് എൻട്രീസ് ആൻഡ് ക്ലോസിംഗ് എൻട്രീസ്. അതും ശരിയാണ്. Journal is often referred to as the principal book of entry. അതും ശരിയാണ്. പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് എൻട്രി എന്ന് ജേർണലിനെ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. സോ ഓൾ ദ എബവ്, ഇതാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following errors will be reflected in the trial balance? Which of the following errors will be reflected in the trial balance? ഈ ട്രയൽ ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ട്രയൽ ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, ട്രയൽ ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ബുക്ക് കീപ്പിംഗ് ടൂൾ ദാറ്റ് ഇസ് യൂസ് ടു വെരിഫൈ കറക്റ്റ്നെസ് ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട്സ്. അതായത് എങ്ങനെയാ കറക്റ്റ് ചെയ്യുന്നത്? യെസ്, നമ്മൾ ചെക്ക് ചെയ്യും ഡെബിറ്റ്സ് ഈക്വൽസ് ക്രെഡിറ്റ്സ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പം ഇവിടെ ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ ഒരു ബുക്ക് കീപ്പിംഗ് ടൂൾ ആണ് that is used to verify the correctness of the ledger accounts. That means debits equal to credits ആണോ എന്നുള്ളത്. ഓക്കെ അല്ലേ? സോ ഇവിടെ വരുന്നത് നോട്ട് റെക്കോർഡിംഗ് എ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫർണിച്ചർ എറേഴ്സ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എറേഴ്സ് വിൽ ബി റിഫ്ലക്റ്റഡ്? സോ ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എ സം ഓഫ് ₹500 paid to Mr. A's account posted twice in his account. ഓക്കെ അല്ലേ? twice in his account. മറ്റേ എന്താ? നോട്ട് റെക്കോർഡിംഗ് എ ക്രെഡിറ്റ് പർച്ചേസ്, ട്രീറ്റിംഗ് എ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആസ് എ നോർമൽ സെയിൽ, കുഴപ്പമില്ല. ആൻഡ് എമൗണ്ട് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ എ ക്രെഡിറ്റഡ് ടു മിസ്റ്റർ ബീസ് അക്കൗണ്ട് റോങ്ലി. അപ്പം റിസീവ് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു, അപ്പോഴും ഡെബിറ്റ്സും ക്രെഡിറ്റ്സും ഈക്വൽ ആവും. ഓക്കെ അല്ലേ? ഇവിടെ എറർ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? എ സം ഓഫ് 500 paid to മിസ്റ്റർ എസ് അക്കൗണ്ട് പോസ്റ്റഡ് twice in his account. Next question. After preparing the trial balance, the accountant finds that the total of debit side is short by 1,500. Okay,
then this difference will be എങ്ങനെയായിരിക്കും നമ്മളിത് കാണിക്കുന്നതെന്ന്. ഓക്കെ അല്ലേ? സോ ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു സസ്പെൻസ് അക്കൗണ്ട്. അപ്പൊ ഈ സസ്പെൻസ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടെമ്പററി അക്കൗണ്ട് ആണ്. ഇറ്റ് ഈസ് എ ടെമ്പററി അക്കൗണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? യെസ്, എറേഴ്സ് ഒക്കെ ഉണ്ടാവത്തില്ലേ? ഓക്കെ അല്ലേ? സോ ആ എറേഴ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് ദാറ്റ് യൂസ് ടു റെക്കോർഡ് errors in the trial balance. Okay, errors. Okay, errors that are found in the ledger account. Okay, so ഇവിടെ ഈ ഒരു ഡിഫറൻസ് കാണിക്കത്തില്ലേ? അതായത് ട്രയൽ ബാലൻസിലെ ഡിഫറൻസ് എത്ര നാള് വരെ ഈ ഒരു സസ്പെൻസ് അക്കൗണ്ടിൽ കാണിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എറർ കണ്ടുപിടിച്ച് എറർ ഈസ് ഫൗണ്ട് ആൻഡ് കറക്റ്റ് ചെയ്യുന്നത് വരെ നമ്മൾ എവിടെ തന്നെയായിരിക്കും ഇത് കിടക്കുന്നത്? സസ്പെൻസ് അക്കൗണ്ടിൽ തന്നെയായിരിക്കും ആ ഒരു ട്രയൽ ബാലൻസിന്റെ ഡിഫറൻസ് റെക്കോർഡ് ചെയ്യപ്പെട്ട് കിടക്കുന്നത്. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് കൺസെപ്റ്റ്സ് ഓഫ് അക്കൗണ്ടൻസി സ്റ്റേറ്റ്സ് ദാറ്റ് conscious approach should be adopted in ascertaining income so that profits are not overstated? Okay ആണോ? ഏത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ which concepts of accountancy states that conscious approach should be adopted in ascertaining income so that profits are not overstated? So answer ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്ന കൺസർവേഷൻ, മെറ്റീരിയാലിറ്റി, ഒബ്ജക്ടിവിറ്റി, കൺസിസ്റ്റൻസി. സോ ആൻസർ ഈസ് കൺസർവേഷൻ. സോ ഈ കൺസർവേഷൻ കൺസെപ്റ്റിനെ തന്നെയാണ് നമ്മൾ പ്രൂഡൻസ് കൺസെപ്റ്റ് എന്നും പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following would result from a decrease in the provision for bad and doubtful debts? Which of the following would result from a decrease in the provision for bad and doubtful debts? So ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ്: an increase in net profit, a reduction in net profit, an increase in gross profit, a reduction in gross profit. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ്. അപ്പൊ എന്താണ് ഈ ഗ്രോസ് പ്രോഫിറ്റ്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ റവന്യൂവിൽ നിന്ന് നമ്മൾ എന്ത് സബ്സ്ട്രാക്ട് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ അല്ലേ? ഇതാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത്. സോ ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ലാത്ത കാര്യം, ഓക്കെ അല്ലേ, ഡസ് നോട്ട് കൺസിഡർ, ഈ സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യാത്ത കാര്യം എന്തൊക്കെയായിരിക്കാം? യെസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കൺസിഡർ ചെയ്യുന്നില്ല. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. പിന്നെ നെക്സ്റ്റ് എന്തായിരിക്കാം? യെസ്, ടാക്സസ്. പിന്നെ അതേപോലെ തന്നെ ടാക്സസ് ഓർ ഇൻട്രസ്റ്റ്. ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല ഗ്രോസ് പ്രോഫിറ്റിന്റെ സമയത്ത്. ടോട്ടൽ റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. പക്ഷെ നെറ്റ് പ്രോഫിറ്റിന്റെ കേസ് എടുക്കുമ്പം നെറ്റ് പ്രോഫിറ്റിനകത്ത് ടോട്ടൽ റവന്യൂവിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്, ഡിഡക്ട് ചെയ്യുന്നുണ്ട്. ഓൾ എക്സ്പെൻസസ് ആണ്, ഓൾ എക്സ്പെൻസസ് ആണ്. ഓക്കെ അല്ലേ? സോ ടാക്സസ്, ഇൻട്രസ്റ്റ് എല്ലാം എന്തിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നു? ടോട്ടൽ റവന്യൂവിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നെറ്റ് പ്രോഫിറ്റിനെയാണ് നമ്മൾ ആക്ച്വൽ പ്രോഫിറ്റ് എന്നും വിളിക്കുന്നത്. ആക്ച്വൽ പ്രോഫിറ്റ്. സോ ഇവിടെ ആൻസർ വരാനത്ത് എന്തായിരിക്കും? വിച്ച് ഓഫ് ദ ഫോളോവിങ് വുഡ് റിസൾട്ട് ഫ്രം എ ഡിക്രീസ് ഇൻ ദ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡേറ്റ്സ്. ഡിക്രീസ് ആണ്. ഓക്കെ അല്ലേ? സോ ആൻസർ ഇസ് ആൻഡ് ഇൻക്രീസ് ഇൻ നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ അവിടെ ഡിക്രീസ് ഇൻ പ്രൊവിഷൻ, അപ്പൊ ഇവിടെ എക്സ്പെൻസസ് കുറയുന്നു. അപ്പൊ നമുക്ക് ടോട്ടൽ റവന്യൂ മൈനസ് ഈ ഒരു എക്സ്പെൻസസിനകത്ത് നമുക്ക് എന്ത് വരുന്നു? ഡിക്രീസ് ഇൻ ദ പ്രൊവിഷൻ ഓഫ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. അപ്പം നമുക്ക് ഇവിടെ ഇൻക്രീസ് ഇൻ നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, സോ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മോർ വീഡിയോസ്. നമുക്ക് ശരിക്കും റെയിൽവേ, SSC, PSC എക്സാംസിനകത്ത് എല്ലാം വരുന്ന വീഡിയോസ്, ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു.